ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്കിത് ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ്. ഇതിലൊരു പീസ് മാത്രം മതിയാകും നമ്മുടെ വയറ് ഫുള്ളാവാനായിട്ട്. ഷവർമയേക്കാളൊക്കെ രുചികരമായിട്ടുള്ള ഈ ഒരു ബാവു ബൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഇളം ചൂടുള്ള പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈസ്റ്റ് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് പൊടിയിൽ ചേർത്തിട്ട് തന്നെ അത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഈസ്റ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കുന്നത് പാലിലാണ്. അതിനായിട്ട് ഞാനിവിടെ ഇളം ചൂടുള്ള പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പാലിന് പകരം നമുക്ക് വെള്ളത്തിലും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇളം ചൂടുള്ള പാൽ ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇളം ചൂടുള്ള പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളവും ചേർക്കാവുന്നതാണ്. പാലാവുമ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല സ്മൂത്ത് ഡോ ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഡോ ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് അടച്ചിട്ട് മിനിമം 2 മണിക്കൂറെങ്കിലും പൊങ്ങി വരാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നല്ല ചൂടൊക്കെ ആണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരുന്നതായിരിക്കും. അതെല്ലാം നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ 3-4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് ഇതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മസാല പിടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ മാറ്റി വെക്കാം. മിനിമം 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഒത്തിരി ഹാർഡായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 2 ഭാഗവും നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെയാകുമ്പം വെജിറ്റബിൾസിൻ്റെ ഒക്കെ ആ ഒരു കളർ ചേഞ്ച് ആവും എന്നതുകൊണ്ട് ഞാൻ എണ്ണ മാറ്റുന്നുണ്ട്. എണ്ണ മാറ്റിയിട്ട് അതേ പാന് തന്നെ ഒന്ന് തുടച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ക്രഞ്ചി ആയിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി അങ്ങ് വഴന്നു പോകാൻ പാടില്ല. എന്നിട്ട് ആ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ എണ്ണയിലോട്ട് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ വെജിറ്റബിൾസിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു കളർ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ എണ്ണ മാറ്റിയത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ എണ്ണയിൽ തന്നെ ഇത് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കാബേജും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കളറിലുള്ള ക്യാപ്സിക്കം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു രുചി കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഇതേ കളറിൽ തന്നെ കിട്ടുന്നതായിരിക്കും. കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. പക്ഷെ ഞാൻ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു കളർ നല്ല കളർഫുള്ളായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ പീസസ് സെപ്പറേറ്റും വെജിറ്റബിൾസ് സെപ്പറേറ്റും മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ ചിക്കൻ പീസസ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒത്തിരി കളറൊന്നും ചേഞ്ച് ആവുന്നത് വരെ വഴറ്റിയെടുക്കുന്നില്ല. ഇത് മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഡോ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡോ ഇവിടെ നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം.
അങ്ങനെ ഒത്തിരി ടൈമൊന്നും കുഴച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ ഡോ ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഒരു പലകയിൽ അല്പം പൊടി വിതറിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ തിന്നായിട്ടൊന്നും പരത്തിയെടുക്കരുത്. കുറച്ച് തിക്കായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടിയിട്ട് ചെറിയ ചെറിയ പൂരി പോലെ ഒന്ന് പരത്തിയെടുത്താലും മതി. ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കഴിയുന്നതായിരിക്കും. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് കുക്കി കട്ടറോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഗ്ലാസ്സോ യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഡോം ഒന്ന് ഉരുട്ടിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഓവൽ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയ ശേഷം അധികം തിന്നായിട്ടൊന്നും പരത്തരുത്. ഓവൽ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് മടക്കിയിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതുപോലെ ഓയിൽ തേച്ചിട്ട് എല്ലാം ഒന്ന് ഇതുപോലെ തയ്യാറാക്കിയിട്ട് വെക്കാം. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ ഓയിലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വേണമെങ്കിൽ അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് എണ്ണ പുരട്ടിയിട്ട് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. സ്റ്റീൽ പ്ലേറ്റിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ സ്റ്റീൽ പ്ലേറ്റിലൊക്കെ വെച്ച് കൊടുക്കണം. കാരണം ഇത് സ്റ്റീം ആവുന്ന സമയത്ത് കുറച്ച് വലുതാകും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള പാത്രത്തിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതിവിടെ 9 പീസസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് മുഴുവനും ഇങ്ങനെ ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ 15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, സൈസും വലുതായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചൂടോട് കൂടി തന്നെ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാനിതിങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറഭാഗം മാത്രം ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പം കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ടാകും. ഒത്തിരി ഒന്നും മുരിച്ചിട്ട് അങ്ങനെ ക്രിസ്പിയാക്കി എടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നതിന് മാത്രം ഒന്നിങ്ങനെ മുരിച്ചെടുത്താൽ മതി. കണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. അപ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലിങ്ങനെ മുരിച്ചെടുത്താലും മതി. കണ്ടല്ലോ, ഇതിൻ്റെ ഉൾഭാഗം, ഈ ഉൾഭാഗത്താണ് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്ര മതി. ഈ ഒരു കളറ് കിട്ടുന്നത് വരെ ഒന്ന് മുരിച്ചെടുത്താൽ മതി. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ മുരിച്ചെടുത്തിട്ടില്ലെങ്കിലും ഡയറക്റ്റായിട്ട് നമുക്ക് ഫില്ലിങ് ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് മുരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസിന് പകരം മയോണൈസ് എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചീസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചീസ് എടുത്തിട്ടുള്ളത്. ചീസും കെച്ചപ്പും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസും കെച്ചപ്പും എടുക്കാവുന്നതാണ്. ശരിക്കും ഈ ഒരു റെസിപ്പിക്ക് മയോണൈസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ചീസ് എടുത്തു എന്നേ ഉള്ളൂ. ചീസാകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ സ്പ്രെഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാദ്യം നമ്മൾ ഇതിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷമാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. കണ്ടല്ലോ, ഇതിങ്ങനെ നല്ലതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ആദ്യം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ബന്നാണല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും വെജിറ്റബിൾസൊക്കെ ഒന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ചിക്കൻ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാനും എളുപ്പമായിരിക്കും. നല്ലതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. എത്രത്തോളം നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിക്കൻ മാത്രം ഫ്രൈ ചെയ്തിട്ട് വെജിറ്റബിൾസ് ഒന്നും വഴറ്റാതെ അങ്ങനെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ എല്ലാം ഞാനിതാ അതേപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിലൊരു പീസ് മാത്രം മതിയാകും നമ്മുടെ വയറ് ഫുള്ളാവാനായിട്ട്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ ഷവർമയേക്കാളൊക്കെ ഒത്തിരി രുചികരമായിട്ടുള്ള ഒരു ഡിഷാണിത്. അതുമാത്രമല്ല നമുക്ക് വിശ്വസിച്ചിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാനും പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോമ്പ് തുറയുടെ സമയത്തൊക്കെ എന്നും ഒരേപോലത്തെ സ്നാക്ക് ഉണ്ടാക്കാതെ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കാനും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.